about Radhanath and Hare Krishna tree. Radhanath. Radhanath was an American guru and was a community builder and author, etc. He has been a Bhakti Yoga practitioner and a spiritual teacher for more than 40 years. Radhanath's real name is Richard Slavin, and he was born on 7 December 1950 in Chicago to Italy and Gerald Slavin, the children of immigrants from Russia, Lithuania, Poland, and Romania. In 1955, he and his family moved to the suburb of Chicago, Highland Park. In 1958, his father made a dealership selling Ford cars and it failed. The car repair shop launched thereafter was quite successful. He is the inspiration behind ISKCON's free midday meal for 1.2 million school kids across India, and he has been instrumental in founding the Bhaktivedanta Hospital in Mumbai. He works largely from Mumbai and travels extensively throughout Europe and America. Hare Krishna tree. For hundreds of years ago, of this elegant American elm at the center of Tompkins Square Park was just a tree. Then in 1966, the Hare Krishna mantra was chanted under its sprawling canopy for the first time, and it became the birthplace of a religion. To Hare Krishnas, this tree is sacred site. For everyone else, it would be easy to stroll by the old elm in Manhattan's East Village and have no idea it's a religious landmark. And it's a handsome tree. American elms are quite rare now, known for their wide stretching canopies, but otherwise um, inconspicuous. Species. But if you happen to wander by on October 9, 1966, you would have heard the Hare Krishna mantra chanted publicly for the first time outside of India, making the birth of the spiritual movement in the West. Thank you, and this is the end. Hare Krishna. Hare Krishna, Govind. Govind, the video varu. Hare Krishna. Thank you, Govind. Nannayittundu. Very good. Hare Krishna. Govind in the face full light on the kanate. Thank you. Good presentation. Radhanath Swami Maharajine മാത്രമല്ല കവർ ചെയ്ത് പ്രഭുപാദരെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്ത ഹരേ കൃഷ്ണ സൊസൈറ്റിയും പ്രഭുപാദരെ ആദ്യമായിട്ട് പോയ അമേരിക്ക എന്ന രാജ്യത്തെയും എല്ലാം റെപ്രസെന്റ് ചെയ്ത് സംസാരിച്ചു. വെരി ഗുഡ്, താങ്ക് യു. ഇതുപോലെ നമ്മൾ രാധാനാഥ് സ്വാമി മഹാരാജ് എങ്ങനെ ഇൻസ്പയർ ആയോ അതുപോലെ നമ്മൾ എല്ലാവരും ഇൻസ്പയർ ആവണം. ഈ കാർത്തിക മാസത്തിൽ നമ്മൾ ദാമോദരാഷ്ടകം ചൊല്ലിയും ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിയും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഇൻ അഡീഷൻസ് എന്തെങ്കിലും പറയാനുണ്ടോ? Thank you, Govind. Very good presentation. Thank you. ഹരേ കൃഷ്ണ. അപ്പം രാശി എന്തുണ്ട് വിശേഷം പറയാനുണ്ടോ? ഒന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ തീർത്ഥയുടെ അനിയത്തിയുടെ പേര് എന്തായിരുന്നു? ഞാൻ മറന്നുപോയല്ലോ. തൻവി ഹരേ കൃഷ്ണ. അചൽ കൃഷ്ണൻ ഹരേ കൃഷ്ണ. അനന്യ ഹരേ കൃഷ്ണ. അനന്യ എന്തെങ്കിലും പാട്ട് പാടാനുണ്ടോ? പാടിക്കോളൂ. ഹരേ കൃഷ്ണ നോക്കി വെച്ചോളൂ. ഹരേ കൃഷ്ണ. രാശി പാട്ട് പാടാനുണ്ടോ? പാടിക്കോ. തീർത്ഥ പാടുന്നുണ്ടോ? എനിക്കൊന്ന് ലീവ് ചെയ്യാം. നോ പ്രോബ്ലം. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് രാഖി റെഡിയായോ? സ്മിതമാതാജി സ്നേഹ ഇല്ലേ അവിടെ? ഉണ്ടോ? ഇവര് ചൊല്ലിക്കോളും. ആ ഓക്കെ. ഇല്ല പ്രഭു. ഓക്കെ, പാടിക്കോട്ടെ. രാഖി പാടി. വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമേ ഈശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേഹം വന്ദേഹം ശ്യാമം ദ്വിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. വെരി ഗുഡ്. താങ്ക് യു രാശി. ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ. എല്ലാവരും വളരെ ഉഷാറായിരിക്കുന്നു. നമുക്ക് പ്രത്യേകിച്ച് 1-2 പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ അഭിനന്ദ് അല്ലേ പുഷ്പജി പേര്? അല്ല, അഭിനന്ദ് അല്ലേ ആ കുട്ടിയുടെ പേര്? എപ്പോഴും സംസാരിക്കുന്നത് ശ്ലോക പറയുന്നത് അഭിജിത്ത്. അഭിജിത്തിന്റെ അപ്പൂപ്പൻ, അഭിജിത്തിന്റെ അച്ഛന്റെ അച്ഛൻ ഹോസ്പിറ്റലാണ്, അങ്ങനെ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം വേണുജിയുടെ അച്ഛനും വേണ്ടിയിട്ടും എന്തോ ഐസിയുന്ന് മാറിയെന്നാ പറഞ്ഞത്. അതെ. എന്നിട്ടും സൂപ്പറായിരിക്കുന്ന ഫോട്ടോ കണ്ടു. തീർത്ഥ വരച്ചതാ? ആര് വരച്ചതാ അത്? കാണിച്ചേ, ഞങ്ങളെല്ലാരും കാണട്ടെ. ഓക്കെ, ഞാനൊന്ന് സ്പോട്ട് ഇടട്ടെ. കാണിച്ചേ. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. അപ്പം കൂട്ടത്തി വേണുജിയുടെ അച്ഛനും അതുപോലെ മനോജി നാട്ടിലാണ്. മനോജിയുടെ അച്ഛനും എനിക്ക് അപ്ഡേറ്റ് കിട്ടിയില്ല ഇന്നത്തെ സ്ഥിതി എന്താണെന്നുള്ളത്. മനോജിയുടെ അച്ഛനും പിന്നെ പുഷ്പൻജിയുടെ അമ്മയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും. അവരുടെ ഈ വാർദ്ധക്യ സഹജമായ അസുഖത്തിലും ശരീരം ക്ലേശിക്കുന്ന സമയത്ത് ഭഗവാന്റെ സംരക്ഷണ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ 3 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അനന്യ റെഡിയായോ? മ്യൂട്ടാണ് അനന്യ. ഇല്ല പ്രഭു, ഞാൻ ഇത് പണ്ട് പാടുമായിരുന്നു. പക്ഷെ എനിക്കൊരു 2 ലൈനേ ഇപ്പൊ അറിയാം. അത് വേണമെങ്കിൽ പാടാം. ആ 2 വരി ഒന്ന് പാടിക്കേ. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ, രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ, ശംഖുമില്ല കുയലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ വന്ന സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു, ശംഖുമില്ല കുയലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീ വന്ന സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു. പ്രഭു ഇത്രേ ഓർമ്മയുള്ളൂ. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, എന്താ പാടിയത്? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ. അപ്പം നമ്മൾ പാടുന്ന പാട്ട് ഭഗവാൻ ഇഷ്ടപ്പെടണം, അത്രയും സ്നേഹിക്കണം ഭഗവാനെ. അത്രയും ഇഷ്ടത്തോടെ നമ്മൾ ഭഗവാന്റെ പാട്ട് പാടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
രാധാറാണിയോട് ഉള്ളതിനേക്കാൾ സ്നേഹം ഭഗവാൻ ഉണ്ടാവും. അതുകൊണ്ടാണ് രാധാറാണിയെ പോലും ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ എങ്ങോട്ട് പോയി? ഭഗവാന്റെ ഭക്തരുടെ അടുത്തോട്ട് പോയി, പാണ്ഡവരുടെ അടുത്തോട്ട് പോയി, അർജുനന്റെ അടുത്തോട്ട് പോയി. എന്നിട്ട് രാധാറാണി ആഗ്രഹിച്ചപ്പം രാധാറാണി ഭഗവാൻ പോയില്ല. ആരെ പറഞ്ഞു വിട്ടു? ഒന്ന് പോയി കണ്ടിട്ട് വരൂ, എന്റെ മെസ്സേജ് കൊടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനെ തന്നെ രാധാറാണി എടുത്തിട്ടു. ആരെയാണ്? ഉദ്ധവരെ. എങ്ങനാ പോയത്? ദൂരെ നിന്ന് രാധാറാണി കാണുമ്പം ഭഗവാൻ വരുന്നതായിട്ടാണ് തോന്നുന്നത്, അതേ വേഷം. അങ്ങനെ നോക്കി ഇങ്ങനെ രാധാറാണിക്ക് കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പതാ ഭഗവാൻ വരുന്നത്. അടുത്ത് വന്നപ്പോഴാണ് അറിയുന്നത് ഇത് ഭഗവാനല്ല, ഇത് ഭഗവാന്റെ ഭക്തൻ ഉദ്ധവരാണ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എല്ലാം ഭഗവാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ പ്രേമമാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ, അത് അറിയാതെ എഴുതിയ വരികളാണെങ്കിലും ഇത് റിയലാക്കാൻ ഭഗവാന്റെ ഭക്തർക്ക് പറ്റും. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ സ്നേഹത്തോടെ വിളിക്കണം, സ്നേഹത്തോടെ നീ വിളക്ക് കൊടുക്കണം, സ്നേഹത്തോടെ ഒരു ഗ്ലാസ് പാല്, ഒരാപ്പിള്, ഒരു പഴം, അല്ലെങ്കിൽ ഇത്തിരി പഞ്ചസാരയെങ്കിലും ഭഗവാന്റെ മുന്നിൽ വെക്കുമ്പോൾ ഭഗവാൻ വളരെ ഇഷ്ടപ്പെടും. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂഹ്യശ്ച കൃപാസിന്ധൂഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം രാഹുൽ. ഏകം ശാസ്ത്രം ദേവകീപുത്രഗീതം ഏകോ ദേവോ ദേവകീപുത്ര ഏവ ഏകോ മന്ത്രസ്തസ്യ നാമാനി യാനി കർമാപി ഏകം തസ്യ ദേവസ്യ സേവാ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പോൾ രാശി രാഹുൽ ഹരേ കൃഷ്ണ, പ്രീതമാതാജി പ്രഭു ഹരേ കൃഷ്ണ, അചൽ കൃഷ്ണൻ ഹരേ കൃഷ്ണ. അചൽ കൃഷ്ണൻ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഹരേ കൃഷ്ണൻ. ഇന്ന് നമ്മുടെ കൂട്ടുകാരെല്ലാം വളരെ കുറഞ്ഞു പോയല്ലോ, എവിടൊക്കെ പോയി എന്ന് വിളിച്ചു ചോദിക്കണം കേട്ടോ. ഋഷികേശ് നാട്ടിലോട്ട് പോയി, ഇന്നലെയാണ് പോയത്. ഓക്കെ, മനോജിക്ക് എന്ത് പറ്റുമെന്ന് പറയണേ ഉഷ്മൻജി. വിളിച്ചു നോക്കാം, വിളിച്ചിട്ട്